നമസ്കാരം. വളരെ ടെൻഷനോട് കൂടിയാണ് ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, സാധാരണ എനിക്ക് അങ്ങനെ വലിയ സ്റ്റേജിൽ കയറുമ്പോൾ വലിയ പേടിയില്ലാത്തൊരു കലാകാരനാണ് ഞാൻ. പക്ഷേ ഇത് കലോത്സവ വേദിയാണ് എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. കാരണം ഇവിടെ ഓരോ കുട്ടികളും ഇവിടെ വന്ന് സമ്മാനം വാങ്ങിയത് കണ്ടപ്പോൾ ഇതേപോലെ ഞാനും ഇതിൻ്റെ പുറകിൽ കുറേ നാൾ മത്സരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഒരുപക്ഷെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2 കുട്ടികൾ സ്ഥിരമായിട്ട് മിമിക്രിയിലും മോണാക്റ്റും മത്സരിച്ചിരുന്നു. ഇങ്ങനെ മത്സരിച്ച് എനിക്ക് തോന്നുന്നു 7-8 കൊല്ലം മത്സരിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഒരു 6ാം ക്ലാസ് മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് +1 വരെ ഇങ്ങനെ റവന്യൂവിൽ മത്സരിച്ചിട്ടുണ്ട്. അതിലൊരാൾ എപ്പോഴും ഫസ്റ്റ് അടിക്കുകയും മറ്റേ ആൾ പൊട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫസ്റ്റ് അടിച്ച് അയാൾ ഇങ്ങനെ കയറിപ്പോയായിരുന്നു. ആ 1ാം സ്ഥാനം കിട്ടിയ ആളാണ് ഞാനല്ല, അതാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ആ പൊട്ടിപ്പോയ ആളാണ് ഈ നിൽക്കുന്ന ആള് ബിബിൻ ജോർജ്. ഞാനിത് എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് കരുതിയാൽ പറയാൻ കാരണം, പരാജയപ്പെട്ടവരുടെയും കൂടി വേദിയാണ് ഇത്. മത്സരത്തിൽ ജയിച്ചവരുടെ മാത്രമല്ല വേദി. മത്സരിക്കുക എന്നും മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. വിജയവും പരാജയവും രണ്ടാമതാണ്. ശ്രമിക്കുക, ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാൽ കുഴപ്പമില്ല, അത് കുഞ്ഞു പരാജയം മാത്രമാണ്. എന്നിരുന്നാലും അത്രയും പൊട്ടിയ ആള് ഇപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെ വലിയ ദൈവാനുഗ്രഹം. അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നെ വിളിച്ചതിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇത്രയും വലിയ ഫംഗ്ഷനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇവിടെ വന്ന് ഇവരുടെ ആളുകളുടെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മുട്ടിയിടിച്ച്. അതിന് മാത്രം വേദിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇരിക്കുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ ഔചിത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരുടെയും പേര് എടുത്ത് പറയാത്ത, സമയമില്ലാത്തതുകൊണ്ട്. എന്തായാലും എന്നെ ഈ വേദിയിലേക്ക് വിളിച്ചതിന് വളരെ സന്തോഷം. വീണ്ടും മത്സരിക്കട്ടെ. എനിക്ക് തോന്നുന്നു അതെ, ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് എനിക്ക് ആകെ കഴിയാവുന്ന 2 വരി പാട്ടാണ്, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം. അതിനു മുമ്പ് എന്നെ വേദിയിലേക്ക്, ഇവിടെ ഈ പരിപാടിയിലേക്ക്, ഇത്രയും വലിയൊരു പരിപാടിയിലേക്ക്, പ്രത്യേകിച്ച് പെരുമ്പാവൂർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ്. ഒരു അടുത്ത് തന്നെ ഒരു ഷൂട്ടുമായിട്ട് ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചത് മനോജ് സാറാണ്. +2 എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഗേൾസ് സ്കൂളിൽ, ഞാനും ചെറുതായിട്ട്, സോറി സാർ, സന്തോഷ് സാറാണ്. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ഗേൾസ് സ്കൂളിൽ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആളാണ്. ഞാനും ചെറുതായിട്ട് അധ്യാപകനാണ്, ഹിന്ദി അധ്യാപകനാണ് എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കരുത് മുജെ കുച്ച് നെയ് മാലൂം പണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സിനി ആർട്ടിസ്റ്റുമായിട്ടുള്ള നമ്മുടെ ബിജോയ് സേട്ടൻ. അങ്ങനെ അവർ രണ്ടുപേരുടെയും ക്ഷണത്താലാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി 2 വരി ഞാൻ പാടാം. കയ്യടിക്കാം, അല്ലാത്തെന്താണ്. ഇനി ഏതാ പാടേണ്ടതെന്നാണ് ഇല്ലില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാർഗംകളി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പാടിയ പാട്ട് തന്നെ പാടാം. നിനക്കായി ഞാൻ പാട്ടു പാടുമ്പോ എനിക്കായി നീ കാത്തു നിന്നില്ലേ, നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ, നീ എൻ്റെ സ്വന്തമല്ലേ, നീ എൻ്റെ സ്വർഗമല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളീരല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളീരല്ലേ, നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ. താങ്ക് യു. ഒരു പാട്ട് കൂടിയാ ആണോ? ഏത് ചങ്കിൽ കുരുങ്ങിയ പെണ്ണാണ് ആ
ഓക്കെ, താങ്ക് യു മതി. ഇത് വളരെ സന്തോഷമുള്ള കാര്യം കൂടി പറയാം. സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ ഇരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് പ്രസംഗിച്ച് തീർക്കാനാണ് അവർ പറയാറുള്ളത്. ആദ്യമായിട്ടാണ് നല്ല കലാകാരന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കണ്ടത്. സന്തോഷം. അപ്പോൾ ഞാൻ അധികം നേരം നിൽക്കുന്നില്ല, വേറെ ഒന്നുമില്ല. ഞാനൊരു വെറുതെ തള്ളു പറയണല്ല കേട്ടോ, സത്യമായിട്ടൊരു ഷൂട്ടിംഗ് സ്ഥലത്തു നിന്നാണ് വന്നത്. സത്യമായിട്ട് അങ്ങോട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നന്ദി, നമസ്കാരം.